ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്രളയശേഷം ഒരു ജലകന്യക എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. അപ്പോൾ എന്താണ് നമ്മുടെ സിനിമ? എന്താണ് പ്രളയശേഷം ഒരു ജലകന്യക? ആ പ്രളയമാണ് മെയിനായിട്ട്. പ്രളയം. അപ്പോൾ നമ്മുടെ ആ ഒരു 2018 ആ പ്രളയകാലം അതൊക്കെയാണോ നമ്മുടെ ഒരു കാണിക്കുന്നത്? അല്ല അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ല. അപ്പോൾ എന്താണ് ശരിക്കും അതിൻ്റെ ഒരു കോർ സംഭവം? എന്താ സിനിമയുടെ? പ്രളയം പുറത്ത് നടക്കുന്ന സമയത്ത് ഒരു വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയാനാണെങ്കിൽ. അവിടെ അകപ്പെട്ടു പോകുന്ന പ്രായമായ 2 പേര് അവരുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ. അപ്പോൾ എത്ര ദിവസത്തെ ഒരു സ്റ്റോറി ആയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത് കാണുന്നത്? ഐ മീൻ പ്രളയത്തിന് ഒരുപാട് പേര് കുറേ ദിവസം വീട്ടിലൊക്കെ പെട്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ചില സിനിമകളിൽ ഇപ്പോൾ ഒരു രാത്രിയിലെ കഥയായിരിക്കും. ഇതെങ്ങനെയാണ്? കുറച്ച് ദിവസങ്ങളിലെ കഥയാണോ? എങ്ങനെയാണ് കാണിക്കുന്നത്? കുറച്ച് ദിവസങ്ങളിലെ കഥയാണെങ്കിൽ പോലും ഒരു രാത്രിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. അങ്ങനെ ഒരു വീട്ടിൽ നടക്കുന്ന വളരെ ചെറിയൊരു കഥയാണ്. ആ വീട്ടിൽ നടക്കുന്ന ഈ പ്രളയത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഗോകുലിന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം, നരേറ്റ് ചെയ്യാനായിട്ട് അറിയാം. നായകനോ? ഈ പടത്തിലെ ഹീറോ, ഹീറോയിൻ, ഹീറോ ജലകന്യക എന്ന് പറയുന്നത്. ജലകന്യകയാണ് ഈ പടത്തിലെ ഹീറോ. ജലകന്യകയായിട്ട് അഭിനയിച്ചത് ആശ പറയും. നിങ്ങൾ അടിയൂടാണ്ട് ആരെങ്കിലും ഒരാൾ പറയും. കാരണം ഈ പ്രളയം നടന്ന സമയത്ത് ഒരു ചെറിയ വീട്ടിൽ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും ഉള്ള, അപ്പൂപ്പനും പറയാൻ പറ്റില്ല, പ്രായമായവരുള്ള ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ആ പ്രായമായവരുള്ള വീട്ടിലേക്ക് പ്രളയത്തിന്റെ സമയത്ത് ഒരു കള്ളം വരികയും അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വഴിത്തിരിവുകളും തിരിച്ചറിവുകളും ആണ് പ്രളയശേഷം എന്ന സിനിമ, ജലകന്യക സിനിമയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലേ? ആശിച്ചിട്ട് ഇപ്പൊ പോസ്റ്ററിലൊക്കെ കാണുന്ന ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആളാണെന്നേ പറയില്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പോ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണോ? അതെ, ഇത്രയും അത് പറയാൻ ഒക്കത്തില്ല. ഉടനെ ഇവര് പറയും എന്റെ അതാ ഏജ് എന്ന് പറയും. അതാണ് മേക്കപ്പ് ഇല്ലാത്തതെന്ന് പറയും. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആദ്യമാണ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി പലരും ചിലപ്പോ ഒന്ന് മടിക്കും, ചിലരും മടിക്കാറുണ്ട് അത്രയും നമ്മുടെ ഏജിനേക്കാൾ ഒരുപാട് കൂടുതലൊക്കെ ചെയ്യാനായിട്ട്. ചേച്ചി എന്താ കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ എന്തായിരുന്നു? ഇതിന്റെ സ്റ്റോറിയാണ്. നല്ലൊരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. ചെയ്യാൻ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എൻ്റെ സിനിമ കരിയറിൽ കിട്ടിയ ആദ്യത്തെ ഒരു വലിയ കാര്യമാണ് ഈ സിനിമ. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ, ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ അപ്പിയറൻസേ വേറെയാണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ക്രൂ. ഇത് ലോസാറിൻ്റെ ഒരു സ്കൂളാണ് ഇവരെല്ലാവരും. അദ്ദേഹത്തിൻ്റെ മോനാണ്, ഡയറക്ടർ അസോസിയേറ്റ് ആണ്. ഇവരെല്ലാം എന്താ പറയുക, അത്രയും ഭയങ്കരമായിട്ട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വലിയ പ്രളയവും ഒക്കെ കണ്ട് അത് അതിജീവിച്ച ആളുകളാണ്. ചേട്ടൻ്റെ ലൈഫിൽ അപ്പോൾ ഈ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് ആ റിയൽ ലൈഫ് ആ ഇൻസിഡൻസ് എന്തെങ്കിലുമൊക്കെ മെമ്മറിയിൽ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പ്രളയ സമയത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ? റിയൽ ലൈഫിൽ ഞാൻ പ്രളയ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാനത് എഫക്റ്റഡ് അല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ചെയ്യുമ്പോൾ KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ്. ഞങ്ങൾക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിമിറ്റേഷൻസ് വെച്ച ഒരു വീടിനകത്തേക്ക് പുറത്തുള്ള മഴയും വെള്ളത്തിൻ്റെ എല്ലാം ഫീല് കൊണ്ടുവരിക എന്നതായിരുന്നു. അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നൊരു ചാലഞ്ച്. അത് ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു കൂടുതലും സെറ്റ് ഒക്കെ തന്നെ അല്ലായിരുന്നു കൂടുതലും? അല്ല, ഇതൊരു റിയൽ ലൊക്കേഷൻ തന്നെയായിരുന്നു. ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ 2018 കണ്ടത് ഇങ്ങനെ മറ്റേ വെള്ളം കയറി വരുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ അതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അല്ല, ഞങ്ങൾക്ക് എന്താ പറയുക, പ്രളയം കയറി അകത്തേക്ക് കയറുന്ന പോർഷൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷെ ആ മഴയെ അകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ആ മഴ ഫീൽ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിരുന്നത്. പുറത്ത് മഴ നടക്കുമ്പോൾ ഒരു വീടിനുള്ളിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്, അല്ലാതെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ അല്ല മെയിൻ ആയിട്ട്. നാട് മൊത്തം അങ്ങനെ വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് ഇപ്പം മുങ്ങും. അതെ, അങ്ങനെ ഒരു വീട്ടിലേക്ക് വെള്ളം കയറി വന്നിട്ടില്ല, മുറ്റം വരെയൊക്കെ ആവണുള്ളൂ. അതാണ് മൂഡ്.
ഓക്കെ പിന്നെ അകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഒരു പ്രളയത്തിൽ മുങ്ങിപ്പോകുന്ന സംഭവമൊന്നുമല്ല, വെളിയില് നമ്മളെല്ലാവരും മറ്റേ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പെട്ടുപോകുന്ന അവസ്ഥ. അതുപോലെ അപ്പൊ മുങ്ങും, 2 ദിവസം കഴിഞ്ഞാൽ വീട് മുങ്ങും. ആ ഒരു അപ്പം പ്രായമായവർ അപ്പൊ ഇവരറിയുന്നുണ്ട് ആ നാട് മുഴുവൻ വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ അവരുടേതായ കാര്യങ്ങളെല്ലാം സെക്യൂർ ചെയ്യുക. ഈ ഒരു പ്രായമുള്ള സ്ത്രീ അവരവരുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളെല്ലാം ആ വെള്ളപ്പൊക്കത്തിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് സെക്യൂർ ചെയ്യുന്നതാണ് ഈ സിനിമയുടെ. അപ്പൊ അതിനകത്ത് പല പല ക്യാരക്ടേഴ്സ് ആ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ്. ഒന്ന് ഈ ക്യാരക്ടർ, അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സ്. അങ്ങനെ ശരിക്കും ചേട്ടനൊക്കെ ഇതേപോലെ ഈ മഴ സമയത്ത് ഇതുപോലെ പ്രളയമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, ഭാര്യ പറഞ്ഞ പോലെ പ്രളയം എഫക്ട് ചെയ്യാത്തൊരു ഏരിയ അല്ല. എൻ്റെ വീട് കാക്കനാടായിരുന്നു. അപ്പൊ കാക്കനാട് അങ്ങനെ വെള്ളപ്പൊക്കം വല്ലാത്തൊരു എഫക്ട് ചെയ്യാത്തൊരു. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ കുറെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ ക്യാമ്പുകളൊക്കെ കാക്കനാടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളും അവരെ സഹായിക്കലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്, നേരിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രളയത്തിന്റെ കാര്യത്തിൽ. നമ്മുടെ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ഈരാറ്റുപേട്ടയായിരുന്നു. ഈ ഒരു ടോട്ടൽ കാസ്റ്റിംഗ് അതൊക്കെ എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഈ ഒരു കാസ്റ്റിംഗ് ആദ്യം തന്നെ ഒരു പ്ലാനിങ് സമയത്ത് തന്നെ ഈ ഒരു സെയിം കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരുന്നു മനസ്സിൽ, അതോ അത് നാച്ചുറലി സംഭവിച്ചു വന്നതാണോ? ഡയറക്ടർ മനോജേട്ടൻ കഥ പറയുന്നത് യഥാർത്ഥ പ്രളയം കഴിഞ്ഞുള്ളൊരു സമയത്താണ്. അത് കഴിഞ്ഞ് പിന്നെ KSFDC വന്നതിന് ശേഷം നമുക്കുണ്ടായിരുന്ന കൺസ്ട്രെയിനുകളും ബഡ്ജറ്റും എല്ലാം വെച്ച് ചിന്തിച്ചതിന് ശേഷം ആണ് ഒരു കാസ്റ്റിങ്ങിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ അത് കൂടുതലും ഡയറക്ടറിൻ്റെ കോളാണ്. അപ്പോൾ ഗോകുലേട്ടനെ ഇവർ ഓൾറെഡി ഒരു ബന്ധമുള്ള ആൾക്കാരാണ്. ഹരിയും ഗോകുലനും ഞങ്ങളുടെ ഡയറക്ടറിന്റെ അറിയാം, ലോ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ മനോട്ടൻ. അപ്പൊ ഹരിയനെ കുഞ്ഞിലെ മുതൽ അറിയാം. ഹരിനെ ഗോകുലൻ സ്റ്റുഡൻ്റ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഇവരെല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാൾ ഞാൻ മാത്രമായിരുന്നു ആ ക്രൂവിലോട്ട്. അപ്പം അതിന് മുമ്പ് ഒത്തിരി ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് ഒരുപാട് പേരെ നോക്കി. അത് ബഡ്ജറ്റ് വൈസും അല്ലാതെയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഒരു 4-5 ദിവസം മുമ്പാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ KSFDC-കാരുടെ ബഡ്ജറ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ നമ്മൾക്ക് പറഞ്ഞ റെമ്യൂണറേഷൻ കറക്റ്റായിട്ട് തരുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പല സിനിമയിലും വർഷങ്ങളായിട്ട് 10-14 വർഷമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മളോട് റെമ്യൂണറേഷൻ ഭയങ്കരം പറയുമെങ്കിലും നമുക്ക് ടൈമിങ്ങിന് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് KSFDC കറക്റ്റ് അവരുടേതായ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ടത് നമുക്ക് അക്കൗണ്ടിൽ വരും. പിന്നെ ആ ഒരു ബഡ്ജറ്റ് കുറവ് ഈ 18 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കേണ്ട ഒരു സിനിമയാണ്. അപ്പം ഇത്രയും ഭയങ്കര മഴയ്ക്കും അതുപോലെ സ്ക്രിപ്റ്റിനും ഒക്കെ പ്രാധാന്യമുള്ളൊരു സിനിമ വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു ഡയറക്ടർക്ക് അത് തീർത്തു കൊടുക്കാൻ. അതിൻ്റെ ഒപ്പം നിന്ന ഒരു ക്യാമറാമാനാണ് ഹരി. അദ്ദേഹത്തിൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ് ഡയറക്ടറിൻ്റെ. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം മിയയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് സിനിമയിൽ ഇതേപോലെ പേയ്മെൻറ്റ് ഇങ്ങനെ ഓക്കെ ഡബ്ബിങ്ങിന് തരാം അല്ലെങ്കിൽ പിന്നിൽ തരാം അങ്ങനെ പറഞ്ഞിട്ട് കിട്ടാതെ പോയിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയാണ്, ഡബ്ബിങ് കഴിയുമ്പോഴാണ് ഫുൾ പേയ്മെന്റ് നമ്മുടെ ക്ലിയർ ചെയ്യുക. അത് സിനിമയുടെ ഒരു റൂളാണ്. ആദ്യം നമുക്ക് അഡ്വാൻസ് ഉണ്ട്, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം കംപ്ലീറ്റ് അത് നമുക്ക് ഫുൾ എമൗണ്ട് നമ്മുടെ ക്ലിയർ ചെയ്യുന്ന ആഫ്റ്റർ ഡബ്ബിങ്ങാണ്. അപ്പോൾ നമ്മൾ ഡബ് ചെയ്യുന്നില്ലേ, ആ ഡബ്ബിങ് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്തു. അത് ഓരോ ഡിപ്പെൻസ്. ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കരമായിട്ട് അവർക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല. ഒരിക്കലും അത് അറിയില്ല. നമുക്ക് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അവരുടെ ഭാഗവും കൂടെ നോക്കണം. കാരണം അവർ ഇത്രയും പൈസ എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു ഫുള്ള് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് പറയാനായിട്ട് നമുക്ക് ചില സിനിമയുടെ സാഹചര്യം ചിലപ്പോൾ അവർ നമ്മൾ പറഞ്ഞ സമയത്ത് ഷൂട്ട് തീർന്നുണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും ചിലപ്പോൾ 10 days ഒക്കെ കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊഡ്യൂസർ പ്ലാൻ ആക്കിയ ബഡ്ജറ്റിന് മേലെ വരും. ആ സാഹചര്യത്തിൽ അവർ പറയും ബഡ്ജറ്റ് കൂടിപ്പോയി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ, സംഭവം അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചില മനസ്സിലാക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും. അതെ, ഞാൻ അഭിനയിച്ച സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ലോഹിത് സാറിൻ്റെ മകനാണ്. അപ്പോൾ സാറിൻ്റെ മൂവീസൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ തനിയാവർത്തനമാണ്. അപ്പോൾ ചേട്ടൻ്റെ അച്ഛൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ? ഒരെണ്ണമായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം പല സിനിമകളിലും പല കാര്യങ്ങളായിരിക്കും ഇഷ്ടം. പിന്നെ പലതിനെയും ക്യാരക്ടേഴ്സിനെയും ആയിരിക്കും ഇഷ്ടം. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയുന്നതിലും അധികം ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം
അച്ഛൻ ആ ക്യാരക്ടർ എവിടെ നിന്നാണ് കിട്ടി, ആ ക്യാരക്ടർ ഈ സിനിമയിൽ കാണുന്നതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പലതിലും അറിയാം. ഒരു സിനിമയായിട്ട് എടുത്ത് പറയൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഒരു 2-3 കഥാപാത്രങ്ങളെ എടുത്ത് പറയാനാണെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയായിരിക്കും? എടുത്തു പറയലുണ്ട്. 45ഓളം സ്ക്രിപ്റ്റ് ഉണ്ട്. അതിനകത്തുനിന്ന് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാം ഒരുപാട്. ഇപ്പൊ കന്മദം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴും അതിനകത്തൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ എങ്ങനെ പറയും, പ്രത്യേകിച്ച് ഒരു മോനോടെ ആകുമ്പോ എങ്ങനെ പറയും? എന്നാലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരു എല്ലാം ഫേവറേറ്റ് ആണ്. നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും. അത്രയും വലിയൊരു ലെജൻഡറി ഫിലിം മേക്കറിന്റെ മകൻ എന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണോ എപ്പോഴും വർക്ക് ചെയ്യുന്നത്? സ്റ്റിൽ നൗ അത് പ്ലസ് പോയിന്റ് ആയിട്ട് മാത്രമാണോ വർക്ക് ചെയ്യുന്നത്? അത് ചിലപ്പോഴെങ്കിലും എന്താ പറയുക, ആളുകൾ അമിതമായിട്ട് പ്രതീക്ഷ വെക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അമിത പ്രതീക്ഷയുടെ ഭാരങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴും എന്താ പറയുക, ഇപ്പം ഞങ്ങൾ ഈ പലയിടത്തും പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പലർക്കും അറിയൊന്നുമില്ല ഇന്നയാളുടെ മകനാണ്. പിന്നെ ഞങ്ങൾ പൊതുവെ അങ്ങനെ പറയാറുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ അച്ഛനും ജീവിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വലിയ ഭാരമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും ഈ പറയുമ്പോൾ ഇപ്പോൾ ആണ് പിന്നെയും കുറച്ചുകൂടെ ദേവദാസിൻ്റെ മകനാണല്ലോ എന്നുള്ളത് വരുന്നത്. പക്ഷെ അച്ഛൻ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തഴമ്പില്ല. അപ്പോൾ ഗോകുലൻ ചേട്ടൻ ഒരുപാട് മൂവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ യൂഷ്വലി ഒരു മൂവി ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണോ? അതെ അതെ. അപ്പോൾ മെയിൻലി ചേട്ടൻ ഇങ്ങനെ മൂവി കിട്ടുമ്പോഴത്തേക്ക് ചേട്ടൻ ഒറ്റയ്ക്കാണോ ലൈക്ക് സ്ക്രിപ്റ്റ് എല്ലാം നോക്കാറ്, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ടോ മൂവീസ് ചെയ്യുന്ന സമയത്ത്? ഇല്ല, ഒരു സബ്ജക്റ്റ്, ഒരു സിനിമ വരുന്നു, അതിനകത്തൊരു പർട്ടിക്കുലർ ക്യാരക്ടറൊക്കെ വിളിക്കുമ്പോൾ ആദ്യം എനിക്ക് സിനിമ ഇഷ്ടമാവണം, അതിൻ്റെ കഥ ഇഷ്ടമാവണം, പിന്നെ എന്നോട് ചെയ്യാൻ പറയുന്ന ക്യാരക്ടർ ഇഷ്ടമാണ്. ഇത് രണ്ടും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആ പടം കമ്മിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ വേറെ ആരോടും അങ്ങനെ ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ന്യൂസും അതൊക്കെ കാണുന്നുണ്ട്. എല്ലാം ശ്രദ്ധിക്കാറുണ്ടോ ന്യൂസസ് ഒക്കെ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ചെറിയ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജനറേഷനിലെ കുട്ടികളുടെ ഒരുപാട് എന്താ പറയുക, ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന അപകടങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യാറ്? എന്താണ് ലൈക്ക് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ശരിക്കും ഫീൽ ചെയ്യാറുണ്ടോ ചേച്ചിക്ക്? ജനറേഷൻ ഗ്യാപ്പിനേക്കാളും കൂടുതൽ നമ്മളൊക്കെ, ഞാനും എൻ്റെ മോളും തമ്മിൽ വലിയ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. കാര്യം ഞങ്ങളുള്ളപ്പോൾ മൊബൈലുണ്ട്. ഞങ്ങളുടെയൊക്കെ ആ ഒരു ടീനേജ് പ്രായത്തിൽ മൊബൈലൊക്കെ വന്നു. ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി ഒക്കെ ലാസ്റ്റ് ഇയർ ആ സമയം തന്നെ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം ആ കുട്ടികളുടെ ഒരു ടേണിങ് എങ്ങനെ, ഒരു പ്രത്യേകിച്ച് അമ്മമാർക്ക് നമ്മുടെ കുട്ടികളിലെ ഒരു ഇച്ചിരി മാറ്റം വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മളെപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ. അപ്പം ഇപ്പോഴത്തെ ഇത് കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ട് ന്യൂസുകളൊക്കെ കാണുമ്പോൾ. അപ്പം പക്ഷേ നമ്മൾ ടീനേജർ ഒരു കുട്ടിയോട് പറയുക, അയ്യോ ഇന്ന് അവിടെ അങ്ങനെ സംഭവിച്ചു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നേ ചോദിക്കുകയുള്ളൂ. കുട്ടികൾക്ക് അത് അത്രയും അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. അവരൊരു നമ്മുടെ ഒരു ചട്ടക്കൂടിനകത്ത് മാത്രം സേഫായിട്ട് ജീവിക്കുന്നവർ. അവർ ഒത്തിരി പുറത്തോട്ട് സ്കൂളിൽ പോകുന്നതല്ല അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതല്ലാതെ അതിൻ്റെ ഒരു ഭവിഷ്യത്തൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ജീവിതമാണ് നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാനും സ്നേഹിച്ച് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പിള്ളേരോട് പറ്റുള്ളൂ. എതിർത്താൽ അവർ പിന്നെയും അതിനകത്ത് വേറൊരാളെ അതിനകത്ത് ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട് പോകും. നമ്മൾ ആ ഒരു കൂട്ടിലോട് മാത്രം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ടീനേജുകാരോട് ഏറ്റവും എളുപ്പമെന്ന് എനിക്കൊരു ടീനേജർ ഒരു മോളുള്ളത് കൊണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇവർ ഡെയിലി ഇപ്പോൾ സ്കൂളിൽ വിടാനും ഒക്കെ ആസ് എ പേരൻറ്റ് നമുക്ക് ഉള്ളിൽ ഈ ന്യൂസസ് ഒക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നൂലേ? ഇല്ല, നമ്മൾ ഇപ്പം എൻ്റെ മോളുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളാണ്. അപ്പോൾ അവിടെ നമ്മൾ വിടുന്നത് രാവിലെ ബസ്സിൽ വിടുന്നു, തിരിച്ച് അതേ ടൈമിൽ നമുക്കെല്ലാം അറിയാൻ പറ്റും. അവരുടെ ഒരു റൂട്ട് മാപ്പുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് കയറുമ്പോഴും വരുമ്പോഴും എല്ലാം അറിയാൻ പറ്റും. നമ്മളിപ്പം സ്കൂളിൽ വിടുന്നത് നമുക്ക് ഒട്ടും ടെൻഷനില്ല. നമ്മൾ പുറത്തെവിടെയാലും, പക്ഷേ അതുപോലെ ഇപ്പം നമ്മളൊരു ജിമ്മിൽ വിടുക അല്ലെങ്കിൽ ഷോപ്പിൽ വിടുക, ട്യൂഷന് പുറത്ത് വിടുക, അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അപ്പം അത് ഒന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ വിടാതിരുന്നത് കൊണ്ടും കാര്യമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യരുത് അല്ലെങ്കിൽ വിടാതിരിക്കുമ്പോൾ അവരുടെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ തന്നെ ചെയ്യാനുള്ള ഒരു
മാനസികാവസ്ഥേനെ നമ്മൾ അത് മാറ്റുകയാണ്. അത് ചെയ്യണം. പക്ഷെ തെറ്റുകൾ പലതും പറ്റാം. ടീനേജിൽ പല തരത്തിലുള്ള തെറ്റുകൾ പറ്റാം, അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നാം. ഇതൊക്കെ അതൊരു തെറ്റായിട്ട് അയ്യോ അങ്ങനെ ചെയ്താൽ അത് പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അത് അവർക്ക് വന്നോട്ടെ, അത് നമുക്ക് ചേർന്നതല്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായി. ഇപ്പൊ ചേട്ടനായാലും ഇപ്പോഴത്തെ ന്യൂസസ് ഒക്കെ കാണുന്ന സമയത്ത് കൂടെ ഒന്നിച്ച് പഠിക്കുന്നവരാണ് തമ്മിൽ തല്ലി മരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും ചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ഒക്കെ ഓർക്കുന്നുണ്ടോ? അതായത് അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പൊ ഇത് എന്ത് പറ്റി, അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതിനും വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ഇതുപോലെ ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ തോന്നാറുണ്ട് ഇടയ്ക്ക്. പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര സങ്കടവും തോന്നാറുണ്ട് ഈ ന്യൂസുകൾ കാണുമ്പോൾ. എന്തായിരിക്കും അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ? ഇപ്പോൾ കുറേ പേര് പറയുന്നു ഡ്രഗ് യൂസ് ആയിരിക്കും, പിന്നെ ചിലർ അങ്ങനെ പലരും പല പല ഫാക്ടേഴ്സാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കാണുമ്പോൾ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫാക്ടർ? എന്തുകൊണ്ടായിരിക്കും ഒരു ജനറേഷൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ ചേഞ്ച് ആയി മാറുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കുന്ന ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെ വ്യത്യാസമായിരിക്കാം. എല്ലാവരും ബിസി ആകുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. മാതാപിതാക്കളും ഒക്കെ എപ്പോഴും തിരക്കായിരിക്കും. പണ്ടത്തെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവും. ഇപ്പോഴത്തെ പേരൻസ്, പ്രത്യേകിച്ച് IT അങ്ങനത്തെ എല്ലാം, ഏത് മേഖലയാണെങ്കിലും വർക്ക് ചെയ്യുന്നവരെല്ലാം കുട്ടികളുമായിട്ട് വലിയ മിങ്കിളിങ് കുറവുള്ളവരായിരിക്കും. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ പണ്ട് ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ എപ്പോഴും നോക്കാൻ ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ കുറേ ടൈം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, തന്നെത്താൻ മൂവീസ് കാണുന്നുണ്ടാവും. അപ്പോൾ അതിനൊത്തൊക്കെ അവർ കാണുന്നതിൽ നിന്ന് അവർക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ടൈമിങ് അവർ കണ്ടെത്താറുണ്ട് തന്നെ ഇരിക്കുമ്പോൾ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഓടിക്കളികൾ, എൻഗേജ്ഡ് ആണ്. ഇപ്പം കൂടുതലും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വിചാരിക്കും ചില കണ്ടന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കണ്ടന്റ് പിന്നെ അതിൻ്റെ കുറേ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി. ചേച്ചി എങ്ങനെയാ ഒരു സ്ക്രീൻ ടൈം ഒക്കെ ഇങ്ങനെ ഇത്ര സമയം ഫോൺ യൂസിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാറുള്ള കൂട്ടത്തിലാണോ? മൊബൈൽ കൂടുതലും അധികം കൊടുക്കാറില്ല. എൻ്റെ മോള് അത്രയും മൊബൈൽ യൂസ് ചെയ്യേണ്ട അത്രയും വന്നിട്ടില്ല. ഇപ്പം 10th ഒക്കെ കഴിഞ്ഞ് +1 ഒക്കെ ആയത്. സ്ക്രീൻ ടൈം അതിനുള്ള ടൈം ഇല്ല, ഇപ്പം കൊടുക്കാറില്ല. അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ഒരു ചൈൽഡ്ഹുഡ്? ഒരു 15-16 വയസ്സ് ചൈൽഡ്ഹുഡ് അല്ല, ഒരു ടീനേജ് ഒക്കെ എങ്ങനെയായിരുന്നു? രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേൽക്കും. 7 മണിക്ക് എഴുന്നേൽക്കും. സ്കൂൾ ഒരു 9:45 ബെല്ലടിക്കുള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു 8:30 ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ ചെല്ലും, സ്കൂളിൽ ചെന്ന് തന്നെ ഗേറ്റ് അടയ്ക്കും, ഗേറ്റ് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ 4 മണിക്ക് സ്കൂൾ വിടും. വീടിനടുത്തുള്ളവരെല്ലാവരും നടന്നാണ് പോകുന്നത്. എല്ലാവരുടെയും കൂടെ നടന്ന് ഒരു 4 മണിക്ക് സ്കൂൾ വിടും. ഒരു 4-4:45 വീട്ടിലെത്തും. ചായയോ ചോറോ കഴിക്കാണ്ടി കഴിക്കും. നേരെ പന്ത് കളിക്കാൻ പോകും. എല്ലാ നാട്ടിലുള്ള ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരും ഉണ്ടാവും. വേറെ ഒരു പരിപാടിയില്ലായിരുന്നു. നേരെ പന്ത് കളിക്കാൻ വരും. ഒരു 6-6:30 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ പന്ത് കളിക്കും. ഒരു വീട്ടിൽ വരും, കൈയും കാലൊക്കെ ഒന്ന് കഴുകും. കുറച്ച് നേരം പ്രാർത്ഥിക്കാനൊക്കെ അമ്മ പറയും. വിളക്ക് എത്തി വെച്ചിട്ടുണ്ട്, അവിടെ കുറച്ച് നേരം ഇരിക്കും. ഒരു 8:30-9 മണിയൊക്കെ വായിക്കും, പുസ്തകം തുറന്നത് വായിക്കും. ഞാനും സിബ്ലിങ്സും എല്ലാം ഒരു 9-9:30 ചോറെടുക്കും. ചോറ് ഒന്ന് കിടന്നുറങ്ങും. സിമ്പിൾ. പന്ത് കളിയാണ് ഇപ്പൊ മെയിൻ. അത് ചെയ്യാനുണ്ടായിരുന്നു. പന്ത് കളി, ക്രിക്കറ്റ് കളി. ഞായറാഴ്ചകളാണെങ്കിൽ പകല് പന്ത് കളിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ പന്ത് കളിക്കാൻ പോകും. വെയിൽ കൊണ്ട് കരുവാളിച്ച് ഒരു 1:30 വരും. ചോറ് തിന്നും, വീണ്ടും വീട്ടിൽ കറങ്ങി തിരിഞ്ഞ് നടക്കും. 4 മണിക്ക് പിന്നെയും കളിക്കാൻ പോകും. എന്റെ കളി ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ കളി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പൊ പന്ത് കളിയായിരുന്നു മെയിൻ ആയിട്ട്. അത് മാത്രമായിരുന്നു എന്റർടൈൻമെന്റ്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ആയപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ചില ദിവസങ്ങളിൽ രാത്രി ആകുമ്പോൾ അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോകും. സെക്കൻഡ് ഷോ സിനിമ. ഈ സിനിമാ മോഹം എപ്പോഴാണ് തലയിലോട്ട് കയറിയത്? സിനിമാ മോഹം ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നാടകത്തിലാണ്. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട നാടകമാണ്. എന്നെ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിപ്പിച്ചത് ഈ സിനിമയുടെ ഡയറക്ടർ മനോജേട്ടനും വിനോദേട്ടനുമാണ്. ഈ സിനിമയുടെ ടൈറ്റിലിൽ മനോജേട്ടൻ്റെ പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ വിനോദേട്ടനോട് കൂടി ഉണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ മനോജേട്ടൻ മാത്രമേ വെച്ചിട്ടുള്ളൂ, പക്ഷെ വിനോദേട്ടനും ആ ഡയറക്ടർ ചെയറിലുണ്ടായിരുന്നു. ഇവർ സിബ്ലിങ്സ് ആണ്, ചേട്ടനും അനിയനുമാണ്. മനോജ് വിനോദ് എന്നാണ് ഇവർ നാടകം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പേര്. അപ്പൊ ഇവരാണ് ആദ്യമായിട്ട് തന്നെ അഭിനയിപ്പിക്കുന്നത്. അത് ആദ്യം അഭിനയിപ്പിക്കുന്ന നാടകത്തിലായിരുന്നു. ഇവരാണ് എനിക്ക് അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് തന്നത്. എന്നെ ഈ വഴിക്ക് തെളിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു നടനായിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം
മനോജ് ചേട്ടനും വിനോദ് ചേട്ടനുമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞ പോലെ ഈ സിനിമ എനിക്ക് സ്പെഷ്യലാണ്. എത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രളയശേഷം ഒരു ജലകന്യക എന്ന സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ പറഞ്ഞ മനോജ് ചേട്ടൻ്റെയും എൻ്റെ ഗുരുക്കന്മാരുടെ, അങ്ങനെ പറയുന്നത് എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് മനോജേട്ടൻ്റെയും വിനോദേട്ടൻ്റെയും കൂടെ ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളെല്ലാവരും നേരത്തെ താൻ പറഞ്ഞ പോലെ നമ്മൾ ആരാധിക്കുന്ന ലെജൻഡറി ഫിലിം മേക്കറായ ലോഹി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനും സുഹൃത്തുമായ ഹരിയുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഈ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ അഭിനയിച്ച മറ്റു സിനിമകളിൽ നിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കേരള സംസ്ഥാന ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞതും നല്ലതാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ പദ്ധതി പ്രകാരം ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതും ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കളഞ്ഞു. വേറെ എവിടെയോ പോയി. അതെവിടെ പോയതാ? ലോയ് സാറിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ഓർത്തതാ. എന്താ ഓർത്തത്? വേറെ എവിടെയോ പോയിട്ട് വന്നു. ഞാനിങ്ങനെ പറഞ്ഞിരുന്നപ്പോ വേറെ എവിടെയോ ഇതുവഴി ഇങ്ങനെയൊക്കെ പോയി. അതെവിടെ പോയതാ? അല്ല, ഇവര് പറഞ്ഞ സ്റ്റോറി ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഇത്രയും മോഡേൺ ഒക്കെ ആയി. ഫുട്ബോൾ അല്ല, സാധാ സ്കൂളിൽ പോകുന്നതും ഒക്കെ ആലോചിച്ചു. ഞങ്ങളൊക്കെ സാധാ ബസ്സിനല്ലേ പോയിക്കൊണ്ടിരുന്ന സ്കൂൾ. സ്കൂൾ മെമ്മറീസിലോട്ട് പോയി. കാരണം ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതും ഇതും എല്ലാം ഞങ്ങള് ബാലൻസ് ചെയ്ത്, ഞങ്ങൾക്ക് സാധാരണയായിട്ട് ജീവിക്കാൻ അറിയാം, മോഡേൺ ആയിട്ടും ജീവിക്കാൻ അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു സാധാരണ രീതിയിൽ ഒന്നും കൊണ്ടുവിട്ടാൽ അത് മാനേജ് ചെയ്യാൻ പാടാ. അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ നമ്മുടെ പ്രളയശേഷം ഒരു ജലകന്യക ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത പാർട്ട് എന്തായിരുന്നു നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് മൂവിയില്? ആ ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം അതിനകത്ത് ആ ഒരു ഇവര് 75 years ആയിട്ട് തോന്നിക്കുന്ന ഒരു ലേഡി ആയിട്ടാ ഏകദേശം. അപ്പൊ അവരുടെ നിൽക്കുന്നതും നടക്കുന്ന രീതി, സംസാരിക്കുന്ന രീതിയൊക്കെ ഞാൻ ഈ സാധാരണ ചെയ്യുന്ന പോലെ അല്ലല്ലോ. വേഷം ഇട്ട് അതുപോലത്തെ രീതികളിലാണ്. എന്നിട്ട് ഡയലോഗ് പറയാന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. പിന്നെ മനോഹരൻ ഓരോ ഷോട്ടിലും സീനിലും എനിക്ക് പറഞ്ഞു തരും, അതേപോലെ ചെയ്യാന്നുള്ളത് ഒക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷനെ കൂടി കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ആശ ചെയ്തപ്പോൾ. ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ജേണി ആ ക്യാരക്ടറിനുണ്ട്. അപ്പൊ അതൊരു ചലഞ്ചല്ലേ അല്ലേ? ഇത്രയും ഏജ് ഉള്ള ഒരു ലേഡിയുടെ ക്യാരക്ടർ ആവുന്ന സമയത്ത്, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്രയും ഏജ് ഉള്ള ഒരാളുടെ. അപ്പൊ എങ്ങനെയാ ചേച്ചി അത്രയും ഏജ് ഉള്ള ആളുകളെ ഒരുപാട് ഒബ്സർവ് ചെയ്തിരുന്നു ഈ ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പായിട്ട്? എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മച്ചി അങ്ങനത്തെയൊക്കെ, എൻ്റെ അമ്മയുടെ അമ്മ അങ്ങനത്തെ, നമ്മൾ ഒത്തിരി, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലി വളർന്നതാണ്. അപ്പൊ നമ്മൾ ഒത്തിരി അങ്ങനത്തെ അമ്മച്ചിമാരെ കാണില്ലേ. കോട്ടയം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്ക് വരുന്നവരാവാം, എൻ്റെ കസിൻസ് ആവാം, അവരുടെയൊക്കെ അമ്മമാരാവാം, അങ്ങനെയൊക്കെ അങ്ങനെ കുറെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഓഡിയൻസിനായിട്ട് ചേട്ടനെന്താ പറയാനുള്ളത്? ഇത് KSFDC നമ്മുടെ സർക്കാർ മുമ്പോട്ട് വന്ന് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതുപോലെയുള്ള എന്താ പറയുക പദ്ധതികളും പരിപാടികളും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതൊരു നല്ല സിനിമയായി മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇതിനെ ആസ്വദിക്കുക എന്നുള്ളത്. കാരണം KSFDC ചെയ്ത് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ അറ്റ്മോസിൽ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്ന സിനിമയാണിത്. കാരണം ഇതിൽ മഴ അതുപോലെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ട് എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ തന്നെ കാണുക. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ? എൻ്റെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ധീരൻ എന്ന് പറയുന്ന സിനിമയാണ്. ചേച്ചിയുടെ ഇനി വരാൻ പോകുന്ന മറ്റ് പ്രോജക്ട്സ് ഒക്കെ? 2 സിനിമയാണ്. ഒന്നൊരു മദർ മേരിയുടെ ഒരു സിനിമ ഇത് ചെയ്യുന്നു. അതെല്ലാം തീർന്നിരിക്കുക, ഡബിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അത് ഇതുപോലൊരു കന്യക കുട്ടിയുള്ള പേരാണ്, രാജകന്യക. പിന്നെ വേറൊരു സിനിമ അതിന് പേരിട്ടിട്ടില്ല. പരസ്യങ്ങൾ 2 നാഷണൽ ആഡ് വരാനുണ്ട്. ഞാൻ കൂടുതൽ അഡ്വർടൈസ്മെന്റാ ചെയ്യാ കൂടുതലും. അപ്പൊ അതെല്ലാം നമുക്ക് കാണാം. ചേട്ടൻ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഒക്കെ? ഷൂട്ട് കഴിഞ്ഞത് ധ്യാൻ ശ്രീനിവാസിന്റെ പടം, ധ്യാനും ലുക്മാനും കുട്ടേട്ടനുമുള്ള പേരിടാത്തൊരു പടം. പിന്നെ സുധി കോപ്പയും സൈജു കുറുപ്പും അഭിനയിക്കുന്ന പേരിടാത്തൊരു ചിത്രം. ബാക്കി
നടക്കണേ ഉള്ളൂ, ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ ഷൂട്ട് കഴിഞ്ഞ് ഡബ് കഴിഞ്ഞിരിക്കുന്നത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഇനി വരാൻ പോകുന്ന എല്ലാ പ്രോജക്ട്സും പ്രളയശേഷം ഒരു ജലകന്യക എല്ലാം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.